വയനാട് ചെമ്പ്രയിൽ എസ്റ്റേറ്റിനുള്ളിലെ കുളത്തിലെ വെള്ളം തുറന്നുവിട്ടു. പരിസ്ഥിതി ദുർബല പ്രദേശത്ത് കൂറ്റൻ ജലാശയം നിർമ്മിച്ചതോടെ ആശങ്കയിലായിരുന്നു പ്രദേശവാസികൾ. 24 വാർത്തയ്ക്ക് പിന്നാലെ റവന്യൂ മന്ത്രി കെ രാജൻ ഇടപെട്ടതിനെ തുടർന്നാണ് വെള്ളം ഒഴുക്കിവിടാൻ തീരുമാനിച്ചത്. 24 ഇംപാക്ട്. അങ്ങനെ നമ്മൾ നൽകിയ ഒരു വാർത്തയിൽ കൂടി ഗുണഫലം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെമ്പ്ര മലയ്ക്ക് താഴെയാണ് വലിയൊരു കുളം ഈ എസ്റ്റേറ്റിൽ കുഴിച്ചിരിക്കുന്നത്. നമുക്കത് നേരത്തെയുള്ള ദൃശ്യങ്ങൾ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടേക്ക് എത്തിയ ഘട്ടത്തിൽ ഈ കുളം പൂർണ്ണമായും നിറഞ്ഞ് കവിഞ്ഞ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പല ഭാഗങ്ങളിൽ, അതായത് ചെമ്പ്രമലയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന നീർച്ചാലുകളെല്ലാം തന്നെ കേന്ദ്രീകരിക്കുന്നത് ഈ കൊല്ലിയിലേക്കാണ്. ഈ കൊല്ലിയിലേക്ക് ആ നീർച്ചാലുകൾ എത്തിയ ശേഷം അത് നേരെ പിന്നീട് അത് തടഞ്ഞു നിർത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഒരുപക്ഷെ സ്വാഭാവികമായി ഒഴുകേണ്ട ആ വെള്ളത്തെ തടയണ കെട്ടിക്കൊണ്ട് ഇവിടെ കുളം കുത്തിയിരിക്കുകയാണ്. ഇതിന് വിദഗ്ധ സമിതിയുടെ അനുമതിയുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും സെൻസിറ്റീവായ, അതായത് അത്രയും പ്രാധാന്യമുള്ള ഒരു പ്രദേശത്ത്, അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചെമ്പ്രമലയ്ക്ക് തൊട്ടു താഴെയാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനം എന്നുള്ളതാണ് എവരെയും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇതിനെങ്ങനെയാണ് അനുമതി കിട്ടിയത് എന്നുൾപ്പെടെയുള്ളവയിൽ പരിശോധന നടത്തേണ്ടി വരും. ഇത്തരത്തിൽ നീർച്ചാലയൊഴുകിയ ഈ കുളം ഇപ്പോൾ നേരത്തെ കണ്ട ദൃശ്യം പോലെയല്ല ഇപ്പോൾ ഉള്ളത്. അത് പൂർണ്ണമായും തുറന്നു വിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത്, അതായത് നമുക്ക് കാണുന്ന ഒരു ഭാഗം, അന്ന് നമ്മൾ ഇവിടേക്ക് എത്തിയ ഘട്ടത്തിൽ അതിൻ്റെ ഒരു ഭാഗത്തുകൂടി വെള്ളം തുറന്നു വിട്ട ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതായത് അത്രയും കുളം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. നമ്മൾ വാർത്ത നൽകി. ഇവിടുത്തെ നാട്ടുകാരുടെ ആശങ്കയാണ് നമ്മൾ പ്രധാനമായും പങ്കുവച്ചത്. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി കെ രാജൻ്റെ ഇടപെടലുണ്ടായി. അദ്ദേഹം കളക്ടറോട് റിപ്പോർട്ട് തേടി. ADM 2 തവണ ഇവിടേക്ക് എത്തി. ADM കെ ദേവകിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് എത്തിയത്. അവർ പരിശോധിച്ചു. ആ പരിശോധനയിൽ നാട്ടുകാരുടെ ആശങ്കയിൽ അതിൽ സാങ്കത്യമുണ്ട് എന്നുള്ള കണ്ടെത്തലുണ്ടായി. ഇതേ തുടർന്നാണ് ഈ കുളം അത് പൊട്ടിച്ച്, ആ ബണ്ട് പൊട്ടിച്ചുകൊണ്ട് വെള്ളം താഴേക്ക് വിടാനുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിപ്പോൾ ഇവിടെ ഫലം കാണുകയാണ് എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ അത് ബോധ്യപ്പെടും എത്രമാത്രം വലിയ കുളമായിരുന്നു എന്നുള്ളത്. നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയ വാർത്തയിൽ അതിൻ്റെ പൂർണ്ണമായ ചിത്രമുണ്ട്, പൂർണ്ണമായ ദൃശ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കുളം സാധാരണ രീതിയിലേക്ക് എത്തുന്നു. പക്ഷേ ഇവിടെ അടിക്കടി മഴ പെയ്യുന്നുണ്ട്. അത് ശക്തമായ മഴയാണ്. വലിയ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ആ വെള്ളം ഒലിച്ചിറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു ചെറുവെള്ളച്ചാട്ടത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന വിധത്തിലാണ് വെള്ളം ഇവിടേക്ക് ഒലിച്ച് ഇതിലേക്ക് ഇറങ്ങുന്നത്. എന്തായാലും ആ വിഷയത്തിൽ, ഈ വിഷയത്തിൽ ഒരു പരിഹാര നടപടി ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിൻ്റെ ഭാഗമായി അങ്ങനെയാണ് ഈ വിഷയം ഒരു പരിഹാരം എന്നുള്ള തരത്തിലേക്ക് മാറാനുള്ള രീതിയിലേക്ക് എത്തിയത്. നാട്ടുകാർക്കും വലിയ അളവിൽ ആശ്വാസം പകരുന്ന ഒരു വാർത്താ ഇടപെടൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിൽ അഭിമാനമുണ്ട്. എന്തായാലും വേഗത്തിൽ തന്നെ നടപടിയെടുത്തത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഇടപെടലാണ്. ADM ഇവിടേക്ക് എത്തുകയും 2 തവണ സന്ദർശിച്ച് ഇതിൽ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതേ തുടർന്ന് ഈ കുളം പൊട്ടിച്ചു വിടാൻ, അതായത് വെള്ളം താഴേക്ക് വിടാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഒരുപക്ഷെ ഇത് പൊട്ടിയാൽ സ്വാഭാവികമായും താഴെയുള്ള പാടികളെ, വീടുകളെ അവിടെ എല്ലാം ബാധിക്കുന്ന വിധത്തിലേക്ക് അത് മാറും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായതും ഇതിൽ വേഗത്തിൽ തന്നെ നടപടി ഉണ്ടായതും. മനു ദാമോദരനൊപ്പം ചെമ്പ്രയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.